ആരൊക്കെ ഉണ്ടായാലും അവർ എല്ലാവരും നീ ഒഴിവാക്കപ്പെടാൻ. എന്നാലും ആരെയും നീ ഉറപ്പിക്കരുത്. പലരുടെയും മുഖത്ത് കളിയും ചിരിയും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകില്ലായിരിക്കും. നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളോട് തോന്നിയ ഇഷ്ടം തിരിച്ച് നമ്മളോടും തോന്നും എന്ന് വെറും തോന്നൽ മാത്രമാണെന്ന് മനസ്സിലാക്കുക. നമുക്കറിയാവുന്ന ഓരോ മനുഷ്യരുടെ ഉള്ളിലും നമ്മൾ പോലും അറിയാത്ത ക്യാരക്ടർ ഉണ്ടാവും. ഒറ്റയ്ക്ക് പറക്കാനും ഏറെ ദൂരം പിടിച്ച് നിൽക്കാനും പഠിക്കണം. എല്ലായ്പ്പോഴും ചില്ല് കിട്ടിയെന്ന് വരില്ലല്ലോ. തോറ്റേക്കാം ഒരുപാടു തവണ. എന്നാലും നീ നിന്റെ വിശ്വാസം കൈവിടേണ്ട. നിന്നിൽ വന്നു ചേരാനുള്ളതാണെങ്കിൽ അത് നിന്നിൽ വന്നു ചേരും. പ്രതീക്ഷയോടെ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത മാത്രം മതി ജീവിക്കാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ആത്മാർത്ഥത കൂടിപ്പോയതാണ്. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതും. നമുക്കൊക്കെ ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അതിൽ കുറേ ചിരിക്കണം, കുറേ കരയണം, കുറേ ചിന്തിക്കണം, കുറേയേറെ പ്രശ്നങ്ങളും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ആത്മാർത്ഥത കൂടിപ്പോയതാണ്. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതും. നമുക്കൊക്കെ ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അതിൽ കുറേ ചിരിക്കണം, കുറേ കരയണം, കുറേ ചിന്തിക്കണം, കുറേയേറെ പ്രശ്നങ്ങളും. ഇന്നത്തെ അപരിചിതർ പലരും ഇന്നലകളിലെ പ്രിയപ്പെട്ടവർ ആയിരുന്നു. നിന്റെ ഉയർച്ചയിൽ നീ ആരാണെന്ന് നിന്റെ സുഹൃത്തുക്കൾ അറിയും. നിന്റെ തകർച്ചയിൽ നിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് നീയും അറിയും. ആരുടെയും പങ്കാളിയാവാതിരിക്കുക. കഴിയുമെങ്കിൽ ആരുടെയും ആവാതിരിക്കുക. പിന്നെയും കഴിയുമെങ്കിൽ ഒന്നും ആവാതിരിക്കുക. ഒരു സൂചന പോലും നൽകാതെ എത്ര വിദഗ്ധമായാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആളുകൾ കൂട് വിട്ട് കൂട് മാറുന്നത്. എന്താണ് ജീവിതം, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ വളർത്തുന്നവരുടെ അടുത്ത് നിന്ന് മാറുമ്പോഴാണ്. വാക്കുകൾ കൊണ്ട് എല്ലാവർക്കും കൊട്ടാരം പണിയാൻ എളുപ്പമാണ്. അത് പ്രവർത്തിക്കാനാണ് പ്രയാസം. ഓരോ സാഹചര്യവും മാറുമ്പോൾ മനുഷ്യൻ്റെ മനസ്സും മാറും. മനസ്സ് മാറുമ്പോൾ പറഞ്ഞ വാക്കും മാറും. നമ്മുടെ അടുത്ത ചില വാക്കുകളാൽ പറഞ്ഞില്ലെങ്കിലും അവരുടെ പ്രവൃത്തികൾ പറയും നമ്മൾ അവർക്ക് നൽകിയ വില. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരാകുന്നു. തലച്ചോറ് പകൽ സമയത്തേക്കാൾ രാത്രിയിൽ സജീവമാണ്. അമിതമായി ചിന്തിക്കുന്നവർക്ക് ഉയർന്ന ബുദ്ധിശക്തി ഉണ്ടാകും. സ്നേഹിക്കുന്ന ഒരാളുമായി കൈകോർത്ത് പിടിക്കുന്നത് ശാരീരിക വേദനയും സമ്മർദ്ദവും കുറക്കും. ആവശ്യങ്ങൾക്ക് വേണ്ടി അടുക്കുന്നവരാണ് അധികവും. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. നഷ്ടപ്പെടുത്തിക്കളഞ്ഞത് നിനക്ക് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ അതു തിരിച്ചു കിട്ടാൻ നിനക്ക് പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനുമില്ല. പകർച്ചവ്യാധിയാകാം. കൂടുതൽ തവണ ചിരിക്കുന്ന ആളുകൾക്ക് വേദന സഹിക്കാൻ കഴിയും. മൾട്ടി ടാസ്കിംഗ് യഥാർത്ഥത്തിൽ ഉൽപാദനക്ഷമത കുറയ്ക്കുകയും സമ്മർദ്ദനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എഴുതുന്നത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കും. 10 മാസം നൊന്തു പ്രസവിച്ച അമ്മയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും ഉത്സാഹമാണ്. അത് നല്ലത് തന്നെ. പക്ഷേ നമുക്ക് വേണ്ടി നെഞ്ഞുരുകി കാത്തിരുന്ന അച്ഛനെക്കുറിച്ച് പറയാൻ ആർക്കും അങ്ങനെ കഥകളില്ല. ഇടയ്ക്കൊന്ന് പോയി അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കുക. സ്നേഹം നമുക്ക് അച്ഛനിൽ നിന്ന് പകർന്നു വരുന്നത് കാണാവുന്നതാണ്. പതിവായി ശാരീരിക വ്യായാമത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മികച്ച ആത്മാഭിമാനവും ശരീരപ്രതിച്ഛായയും ഉണ്ടാകും. ഒരു പുതിയ ശീലം രൂപപ്പെടുത്താൻ ഏകദേശം 66 ദിവസമെടുക്കും. ഉയർന്ന അളവിലുള്ള സമ്മർദ്ദം ഓർമ്മയെയും വൈജ്ഞാനിക പ്രവർത്തനത്തെയും തകരാറിലാക്കും. നിഷ്കളങ്കമായി സ്നേഹിക്കുന്നവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. എന്തെന്നാൽ അവർ പറ്റിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും നിന്നു തരും. കൊടുക്കുന്ന വാല്യൂ അത് തിരിച്ചു
കിട്ടും. ഉള്ള വില കളഞ്ഞ് ഇല്ലാത്ത വില ഉണ്ടാക്കരുത്. അഭിമാനം കളഞ്ഞ് അപമാനം സഹിച്ച് അംഗീകാരം നേടരുത്. തന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് പറയുന്നവരുടെ മുൻപിൽ എന്നെക്കൊണ്ട് പറ്റുമെന്ന് കാണിക്കുന്നതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം. വെറുക്കുന്നവർ വെറുക്കട്ടെ. ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ഒരുപാട് കാലം ഓർത്ത് ദുഃഖിക്കാനായി മനുഷ്യർ ചിലർ ഒരല്പകാലത്തെ സ്നേഹം നൽകി അകലുന്നു. കണ്ണ് കാണാത്ത ഒരാൾക്ക് കാഴ്ച തിരികെ കിട്ടുമ്പോൾ ആ വ്യക്തി ആദ്യം ഉപേക്ഷിക്കുന്നത് തൻ്റെ അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ആ വടിയെ ആയിരിക്കും. അതിനാൽ നിങ്ങൾ ആരുടെയും വടിയാവാതിരിക്കുക. നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങൾക്കിടയിലും എല്ലാവരുടെയും മുന്നിലും മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയുന്നില്ലേ? ശരിക്കും അത് നമുക്കൊരു നേട്ടം തന്നെയാണ്. മനസ്സ് തുറന്ന് സംസാരിക്കുന്നയാളെ വെറുക്കും. മനസ്സിലൊതുക്കി അഭിനയിക്കുന്നയാളെ സ്നേഹിക്കും. അതാണ് ഈ ലോകം. ഒരു സ്ത്രീയിൽ പുരുഷൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അവളുടെ കണ്ണുകളാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പറയാനാവാത്ത പ്രണയമായിരിക്കും ഈ ലോകത്ത് അധികവും ഉണ്ടാവുക. അവസാനം അയാളുടെ കാതുകളിൽ എത്താതെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് മനസ്സിൽ മെല്ലെ തട്ടി സ്വയം മറന്നു തുടങ്ങുന്ന പ്രണയം. കിട്ടാത്ത സ്നേഹത്തിനേക്കാൾ എത്രയോ വേദനയാണ് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം കുറഞ്ഞു തുടങ്ങിയെന്ന് തിരിച്ചറിയുമ്പോൾ. നമ്മൾ സ്വയം വില കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുറച്ച് വേദനിച്ചാലും മിണ്ടാതെയിരിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ സ്വയം തീരുമാനമെടുക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാതിരിക്കുക. നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും അവരാരും കൂടെ ഉണ്ടാവണമെന്നില്ല. ആരോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് അവരെ ആകും നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്. ഇറങ്ങിപ്പോരാനുള്ള വഴി കണ്ടുപിടിക്കാതെ ഒരിക്കലും ഒരാളിലേക്കും അടുക്കരുത്. മനസ്സു നിറഞ്ഞ് ചിരിക്കാൻ വേണ്ടിവരുന്നത് കുറച്ച് അനുഭവങ്ങൾ മാത്രമാണ്. ചുറ്റിലും ഒരുപാട് പേരുണ്ടെങ്കിലും ഇടയ്ക്ക് അങ്ങ് ഒറ്റപ്പെട്ടു പോകാറുണ്ട് നമ്മൾ. സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ സ്നേഹിക്കണമെന്നില്ല. ഇഷ്ടം തോന്നിയപ്പോൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമില്ലാതാകുമ്പോൾ പറയാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ വിശ്വാസമുണ്ടാകും, പേരുണ്ടാകില്ല. മരിക്കുമ്പോൾ ശ്വാസമുണ്ടാകില്ല, പേരുണ്ടാകും. ഈ ശ്വാസവും പേരും തമ്മിലുള്ള അകലമാണ് ജീവിതം. ജീവിതത്തിൽ എത്ര തോറ്റാലും അവസാനം നമ്മൾ ജയിക്കുന്ന ഒരു മൊമെൻ്റ് വരും. അതിനെ നമ്മൾ പരിശ്രമം എന്ന് പറയും. നാട്ടുകാർ അതിനെ അവൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞ് നടക്കും. നഷ്ടപ്പെട്ടതൊന്നും നിനക്കുള്ളതല്ല. മുഖം മണ്ണിനോട് ചേരുന്ന ഒരു ദിവസം നമുക്ക് വന്നു ചേരാനുണ്ട്. അത് ചിന്തിക്കുക. സ്നേഹം എന്നത് യാചിച്ച് അന്വേഷിച്ചു പോകാതെ നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ട് അവരെ നെഞ്ചോട് ചേർക്കുക. അതാണ് വേണ്ടത്. നാം വിശ്വസിച്ച് കൂടെ നിർത്തിയവരെ മനസ്സിലാക്കാൻ കാരണമാകുന്നത് നാം പരാജയപ്പെടുന്ന സമയമായിരിക്കും. നമ്മൾ കാണുന്ന ഓരോരുത്തരും ചിരിച്ച മുഖത്തോടെ നടക്കുന്ന പലരുടെയും ജീവിതം നാം വിചാരിക്കുന്ന പോലെ അത്ര സന്തോഷമുള്ളത് ആയിക്കൊള്ളണമെന്നില്ല. അവരുടെ ആ ചിരിയുടെ പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങൾ മറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നതല്ല അവർ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദ്യമൊക്കെ ഇലകൾ കൊഴിയും നേരം മരങ്ങൾ കരഞ്ഞിരിക്കണം. പിന്നെ പിന്നെ അത് ശീലമായി കാണും. ജീവിക്കുമ്പോൾ കൂടെ ആരും കാണില്ല എന്ന് അറിഞ്ഞു തന്നെ ജീവിക്കണം. അപ്പോൾ നമ്മളെ ആരും ഒഴിവാക്കിപ്പോയാലും വലിയ വേദന ഇല്ലാതെയിരിക്കാം. കഴിഞ്ഞു പോയത് ഒരു അവസാനമല്ല, ജീവിതത്തിലെ ഒരു പാഠം മാത്രമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.